യേശു ക്രിസ്തുവിനെ കുരിശിലേറ്റിയതും അടക്കം ചെയ്തതും പിന്നീട് ഉയർത്തെഴുന്നേറ്റതുമായ സ്ഥലത്ത് നിർമ്മിച്ചു എന്ന് ലോക ക്രിസ്ത്യൻ സമൂഹം വിശ്വസിക്കുന്ന ലോകത്തിലെ ഏറ്റവും പുണ്യമാക്കപ്പെട്ട ഒരു പള്ളി. ആ പള്ളി തുറക്കുന്നതും അടക്കുന്നതും ഒരു മുസ്ലിം കുടുംബം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ? എന്നാൽ മതേതരത്വത്തിൻ്റെ ഏറ്റവും സുന്ദരമായ കാഴ്ചകൾ നമുക്ക് സമ്മാനിക്കുന്ന ഒരു പള്ളിയാണ് ഫലസ്തീനിലെ ഹോളി സെപ്പൽച്ചർ ചർച്ച്. 1187 സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കി. അതിനുശേഷം അദ്ദേഹമാണ് 2 മുസ്ലിം കുടുംബങ്ങളെ ഈ പള്ളിയുടെ ചുമതല ഏൽപ്പിക്കുന്നത്. പള്ളിയുടെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത് ജോദെ അൽ ഹുസൈൻ കുടുംബത്തിൻ്റെ കയ്യിലാണ്. എന്നാൽ രാവിലെയും വൈകുന്നേരവും മുടങ്ങാതെ ഈ പള്ളി തുറക്കുന്നതിൻ്റെ ചുമതല മറ്റൊരു നുസൈബ എന്ന ഒരു കുടുംബത്തിൻ്റെ കയ്യിലാണ്. അങ്ങനെ 2 മുസ്ലിം കുടുംബങ്ങളെ ഇത് ഏൽപ്പിച്ചു. കാരണം അന്ന് നിരവധി ക്രിസ്ത്യൻ സഭകളാണ് ഈ പള്ളി ഭരണം നടത്തിയിരുന്നത്. അവർക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസം ഈ പള്ളിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങളെ ബാധിക്കരുത് എന്ന മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ടാണത്രേ സുൽത്താൻ സലാഹുദ്ദീൻ അയ്യൂബി ഈ 2 മുസ്ലിം കുടുംബങ്ങളെ ഇതിൻ്റെ താക്കോൽ ഏൽപ്പിച്ചിരിക്കുന്നത്. അന്ന് മുതൽ ഇത്രയും വർഷം 1187 മുതൽ ഇത്രയും കാലം ഈ ചടങ്ങ് അതുപോലെ വളരെ ഭംഗിയായി ക്രിസ്ത്യൻ സമൂഹവും മുസ്ലിം സമൂഹവും ഒന്നിച്ച് ഒരു മനസ്സിൻ്റെ ഉടമകളായി അവരിത് നടത്തിക്കൊണ്ടു പോകുന്നു എന്നുള്ളത് ലോകത്തിന് നൽകുന്ന ഏറ്റവും വലിയ സുന്ദരമായ ഒരു മതേതരത്വത്തിൻ്റെ സന്ദേശം തന്നെയാണ്. ഈ പള്ളിക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു ബൈത്തുൽ മുഖദ്ദസ് കീഴടക്കിയപ്പോൾ അന്നത്തെ പാത്രിയാർക്കീസ് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ നേതാവ് വരണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വരുന്നത്. ബൈത്തുൽ മുഖദ്ദസിൽ വന്ന ഉമറുൽ ഫാറൂഖ് തങ്ങൾ പാത്രിയാർക്കീസുമായി ചർച്ച നടത്തിയതും ഈ ഹോളി സെപ്പൽച്ചർ പള്ളിയുടെ ഉള്ളിൽ വെച്ചായിരുന്നു എന്നുള്ളത് മറ്റൊരു ചരിത്രമാണ്. ക്രിസ്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും പവിത്രമാക്കപ്പെട്ട ഈ പള്ളിയുടെ തൊട്ടടുത്താണ് മസ്ജിദ് ഉമർ സ്ഥിതി ചെയ്യുന്നത്. ഒരേ ക്വാർട്ടറിൽ ഒരു മുസ്ലിം പള്ളിയും ഒരു ക്രിസ്ത്യൻ ചർച്ചും.